Hi all, welcome to INDIAMAGISTER. നമ്മൾ ഇന്ന് നോക്കുന്നത് LEONGിന്റെ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജിയോഗ്രഫി എന്ന് പറയുന്ന ടെക്സ്റ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. നമ്മൾ 4 എപ്പിസോഡുകളിലായി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് 5ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ 5ാമത്തെ എപ്പിസോഡിൽ നമ്മൾ LEONGിന്റെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്, സ്ട്രക്ചർ ഓഫ് ദ എർത്ത്. ഓക്കെ, സോ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് an introductory part of the structure of the earth. So structure of the earth, earthinte structure ne kurichu nammal ghadanaye kurichu nammal parayumbo it consists of so many elements. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ LEONG ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് തന്നെ സ്ട്രക്ചർ ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന ഈ ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്ററും അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അങ്ങോട്ടേക്കുള്ള ലാൻഡ് ഫോം എവല്യൂഷനെ കുറിച്ചും ലാൻഡ് ഫോം ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഇങ്ങനെയാണ് ആ ഒരു ചാപ്റ്റർ അദ്ദേഹം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ സ്ട്രക്ചർ ഓഫ് ദ എർത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്. സോ ഇൻറ്റീരിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഇൻറ്റീരിയറിലേക്ക് പോയാൽ ഹൗ ക്യാൻ വി ഫൗണ്ട് in the interior portions of the earth, and it is also we can say that layered structure of the earth, layered structure of the earth. ഭൂമിയുടെ ലെയേർഡ് ആയിട്ടുള്ള, ഭൂമിയെ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ലെയേഴ്സ് ആയിട്ട് തിരിക്കാം. സോ ഇറ്റ് ഈസ് ആൾസോ നമുക്ക് ലെയേർഡ് സ്ട്രക്ചർ ഓഫ് ദ എർത്ത് എന്ന് വിളിക്കാം. സോ ദ സ്ട്രക്ചർ ഓഫ് ദ എർത്ത് വിച്ച് കൺസിസ്റ്റ് ഓഫ് റോക്സ്, മിനറൽസ്, ലാൻഡ് ഫോംസ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് നമുക്ക് സ്ട്രക്ചർ ഓഫ് ദ എർത്ത് എന്ന് വിളിക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യും അബൌട്ട് ദ ടൈപ്സ് ഓഫ് റോക്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേരിയസ് റോക്സ്, അല്ലെങ്കിൽ അബൌട്ട് ദ മിനറൽ ഡെപ്പോസിറ്റ്സ് ആൻഡ് ടൈപ്സ്, അല്ലെങ്കിൽ അബൌട്ട് ദ ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ്, വാട്ട് ഈസ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ലാൻഡ് ഫോംസിനെ കുറിച്ചൊക്കെ നമ്മൾ വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്. സോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം, ഞാനൊരു മോഡലായിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുകയാണ്. ഓഷ്യൻ ക്രസ്റ്റ് ഈസ് ഡെൻസർ ദാൻ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. ഓഷ്യനിക് ക്രസ്റ്റ് ഈസ് തിന്നർ കമ്പയർഡ് ടു കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. സോ മെനി ഓപ്ഷൻസ് ആർ ഗിവൺ. അപ്പോൾ നമ്മൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ഒരു മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ ഡിഫറൻസിയേഷൻ ഓഫ് ലെയേഴ്സ് ഓഫ് എർത്ത് ആൻഡ് റോൾ ഇൻ സീസ്മിക് വേവ്സ് ഇൻ ദ സ്റ്റഡി ഓഫ് ദി ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്. അപ്പോൾ അതൊരു മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള ക്വസ്റ്റ്യനാണ്. അതും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ we can feel that temperature is increasing, pressure is increasing, so many toxic gases are also inside the earth. So അതുകൊണ്ട് the approximate radius of the earth is 6,371 kilometer. സോ അത്രയും ഉള്ളിലേക്ക് നമുക്ക് ഡിഗ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ അത് പ്രായോഗികമല്ല. ഇപ്പോൾ ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ളിലേക്ക് ഡിഗ് ചെയ്തിട്ടുള്ളത് ഇറ്റ് വാസ് ഇൻ ദ കൊളാ പെനിൻസുല ഇൻ ദ നോർത്തേൺ പാർട്സ് ഓഫ് ദി യുറേഷ്യ. ഇറ്റ്സ് അബൌട്ട് ഓൺലി 12 കിലോമീറ്റർ. 12 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഭൂമിയുടെ ഉള്ളിലേക്ക് കുടിച്ചിട്ടുള്ളത്. So how can we identify about different layers of the earth? How can we accumulate informations about different chemical characteristics or physical characteristics of the interior of the earth? നമുക്ക് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് ഭൂമിയുടെ ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിയെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ക്രസ്റ്റ്, മാൻഡിൽ ആൻഡ് കോർ എന്ന് 3ആയിട്ട് എങ്ങനെ തിരിക്കാൻ സാധിക്കുന്നു? ഇതിനെല്ലാം തക്കതായിട്ടുള്ള there are some sources of information which we are studying about. ഇപ്പോൾ ജിയോഗ്രഫിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ജിയോമോർഫോളജിക്കലിലേക്ക് വരുമ്പോൾ how can we differentiate this? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓൺ വാട്ട് ബേസിസ്? ഓൺ ദ ബേസിസ് ഓഫ് സം സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. അല്ലാതെ നമുക്ക് ഉള്ളിലേക്ക് ചെന്ന് ഇന്നതാണ് ക്രസ്റ്റ്, ഇന്നതാണ് കോറ്, ഇന്നതാണ് മാൻഡിൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് there is temperature differences, there is thermal gradient, there is pressure differences, so and so forth. So അതുകൊണ്ട് തന്നെ here we are using 2 sources of information to study about the interior of the earth. They are direct sources and indirect sources. But indirect sources അതുപോലെ direct sources, there are the sources of information to study about the interior of the earth can be divided into direct sources and indirect sources. രണ്ടായിട്ട് തിരിക്കാം, ഡയറക്റ്റ് സോഴ്സസ് എന്നും ഇൻഡയറക്റ്റ് സോഴ്സസ് എന്നും തിരിക്കാം. സോ ദ ഡയറക്റ്റ് സോഴ്സസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2
മെയിൻ സോഴ്സസ്. സോ ഡയറക്റ്റ് സോഴ്സസിനകത്ത് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട സോഴ്സസ് ഉണ്ട്. ഫസ്റ്റ് വാസ് വോൾക്കാനിക് ഇറപ്ഷൻ, and second was mining or deep mining or drilling, deep drilling or mining. So there are two important direct sources, volcanic eruption and mining or deep drilling. Oh, how volcanic eruption helps in studying the interior of the earth? So the volcanic eruptions, which magma comes out through the pore spaces or vent on the earth surface. ഇപ്പോൾ ഭൂമിയിലുള്ള earth surface volcanoes എന്ന് പറയുമ്പോൾ it is a vent or a pore space or an opening on the surface where the magma comes out. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇങ്ങനെ ഒരു മാഗ്മ അല്ലെങ്കിൽ ലാവ എന്ന് പറയുന്ന കണ്ടന്റ് ഭൂമിയുടെ ഉള്ളിലുണ്ട്. സോ ഭൂമിയുടെ ഉള്ളിൽ ടെമ്പറേച്ചർ കൂടുതലാണ്, ഭൂമിയുടെ ഉള്ളിൽ വളരെ വലിയ രീതിയിൽ തിളച്ചു മറിയുന്ന മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള മാഗ്മ ഉണ്ട്. വി ക്യാൻ ഐഡന്റിഫൈ ദാറ്റ്. Okay, so based on the characteristics which we are identifying within the chemical composition of magma തന്നെ നമുക്ക് അല്ലെങ്കിൽ lava can be also divided into basaltic lava and acidic lava. So ചില സ്ഥലങ്ങളിൽ basaltic lava, ചില സ്ഥലങ്ങളിൽ acidic lava, അതിൻ്റെ fluidity variations, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തുള്ള density variations അല്ലെങ്കിൽ interior of the earth ഇങ്ങനെയുള്ള density variations നമുക്ക് മനസ്സിലാക്കാം. So one of the major important direct source was the volcanic eruption. And the second was the mining or deep drilling. So how it is helping? Mining or deep drilling. When we are digging out or when we are drilling for collecting materials such as iron ore or for collecting such as materials like bauxite or manganese, etc. സോ ഇങ്ങനെയുള്ള മിനറൽ ഡെപ്പോസിറ്റ്സുകൾ ഭൂമിയുടെ ഉള്ളിലുണ്ട്. അവിടുത്തെ ആ ഉള്ളിലേക്ക് കുഴിച്ചു പോകുമ്പോൾ വി ആർ കംസ് ഇൻ കോൺടാക്ട് വിത്ത് plutonic rocks, plutonic igneous rocks, which are formed by the solidification of lava inside the earth. എർത്തിൻ്റെ ഉള്ളിൽ ലാവ തണുക്കുമ്പോഴാണ് plutonic rocks ഉണ്ടാവുക. ബൈ ഐഡൻറ്റിഫൈങ് സച്ച് കെമിക്കൽ കോമ്പോസിഷൻ വി ക്യാൻ സേ ദാറ്റ് ഭൂമിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ എർത്ത്സ് ഇൻറ്റീരിയർ ഇങ്ങനെയാണ്. ആൻഡ് ഇൻഡയറക്റ്റ് സോഴ്സസ്. So there are two direct sources, ഞാൻ പറഞ്ഞു, volcanic eruption and mining or deep drilling. And second was indirect sources. And the indirect sources which consist of the earthquake waves or the seismic waves. Earthquake waves or the seismic waves. Okay. And deep mine operations. ഇത് direct source ആണ്. Okay, അത് വരില്ല. Earthquake or seismic waves, crustal borings and paleomagnetism, geomagnetism, and also meteorites. Okay, so indirect sources consist of so many things. The major indirect sources which giving information about the earth's interior was earthquake waves. So earthquake waves or seismic waves which are originating in the interior of the earth, that is from focus, a region called focus. There are generating three types of waves: P waves, S waves and L waves, or primary, secondary and surface waves. So the primary waves and secondary waves which are traveling into the interior parts of the earth, in some portion these P waves and S waves become absent. Such regions are known as shadow zone. ഇതിനെക്കുറിച്ച് നമ്മൾ എർത്ത് വേവ്സ്, സീസ്മിക് വേവ്സിനെ കുറിച്ച് നമ്മൾ പ്രത്യേക ഒരു വീഡിയോ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സീസ്മിക് വേവ്സിനെ കുറിച്ചും അത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻസിനെ കുറിച്ചും എർത്ത് കാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും പറയും. ജസ്റ്റ് ഇത് ഇവിടെ ഞാൻ ജസ്റ്റ് എന്തുകൊണ്ട് സീസ്മിക് വേവ്സ് ഉപകാരപ്പെടുന്നു എന്ന് വെച്ചാൽ അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ പി വേവ്സ്, എസ് വേവ്സ്. സോ പ്രൈമറി വേവ്സ്, എസ് വേവ്സ്, ഇത് ചില സ്ഥലങ്ങളിൽ ആബ്സെൻ്റ് ആവുന്നു. ആ സ്ഥലത്ത് നമ്മൾ ഷാഡോ സോൺ എന്ന് വിളിക്കുന്നു. സോ എസ് വേവ്സ് ആർ ആബ്സെൻറ്റ്. Basically, S waves is only passing through solid state. Solid ഉള്ള മാത്രമേ S waves travel ചെയ്യൂ. It doesn't travel through liquid or gaseous state. So അപ്പം ലിക്വിഡ് സ്റ്റേറ്റ് ഭൂമിയുടെ ഉൾഭാഗത്ത് ഉണ്ടായത് കൊണ്ടാവാം S waves ആബ്സെൻ്റ് ആവുന്നത്. And P waves are absent due to variations in the density of the materials which causes refraction in the P waves. P wavesന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഡെൻസിറ്റി വേരിയേഷൻ ഉള്ള മെറ്റീരിയൽസ് ഭൂമിയുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സീസ്മിക് വേവ്സ് വഴി സാധിക്കുന്നു.
And paleomagnetism and geomagnetism. Paleomagnetism about the magnetic characteristics of the ancient earth, and geomagnetism is the magnetic characteristics of the present earth. So paleomagnetism and geomagnetism says that we have a iron material which is present in the center portion of the earth, or which is present in the core of the earth. So we can identify core consists of the iron material. And also the meteorites. Where meteorites are coming? Meteorites are mainly found in between Mars and Jupiter. Mars and Jupiter. So the meteorites are portions of the old celestial bodies. ഇപ്പോൾ ഭൂമി പണ്ടുണ്ടാവുന്ന സമയത്ത് ഓർ ബിഗ് ബാങ്ങിൻ്റെ സമയത്ത് അബൌട്ട് 13 ബില്യൺ ഇയേഴ്സ് അഗോ ആ സമയത്ത് ഡെവലപ്പ് ചെയ്തു വന്ന മീറ്റോറൈറ്റ്സ് ഉണ്ടാവും. സോ ഇത് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഭൂമിയിലേക്ക് വന്നത് വീഴുന്ന സമയത്ത് ഈ മീറ്റിയോറൈറ്റ്സിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചാൽ ഒരു പക്ഷേ ഇതുപോലെ ആയിരുന്നിരിക്കാം പണ്ട് ഭൂമി, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെ ആയിരുന്നിരിക്കാമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സോ മീറ്റിയോറൈറ്റ് ഇമ്പാക്ട്സ് ഓർ ബൈ അനലൈസിംഗ് ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ദ മീറ്റിയോറൈറ്റ്സ് ഹെൽപ്പിംഗ് ഇൻ സ്റ്റഡിങ് അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്. സോ ദർ ആർ ടു സോഴ്സസ്, നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് സോഴ്സസ് ആൻഡ് ഇൻഡയറക്റ്റ് സോഴ്സസ്. സോ മൂവിങ് ഓൺ ടു ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്. So based upon that, based on the several scientific studies by various geologists, geomorphologists, etc., we can find that Earth's interior is a layered thing, and it consists of crust, it consists of mantle, and it consists of core. Okay, മൂന്ന് കാര്യങ്ങളുണ്ട്: crust, core and mantle, or crust, mantle and core. So you can see in this picture, that is the outer portion is called crust, the middle portion is called mantle, and the inner portion is called core. Okay, so the outer portion is called crust. Okay, is called crust, middle portion mantle, and ഏറ്റവും അകത്തുള്ള inner portion നമ്മൾ core എന്നാണ് പറയാം. And of course we can see lithosphere here. Lithosphere, so based upon some characteristics, the earth is divided into lithosphere, atmosphere, hydrosphere and biosphere. That's all very simple terms. And moving on to the discontinuities. So what is discontinuity here? So this here, the discontinuity means the boundary between various layers. ഓരോ ലെയേഴ്സുകൾക്കിടയിലുള്ള ബൗണ്ടറീസിനെയാണ് നമ്മളിവിടെ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വാസ് അബൌട്ട് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. സോ വാട്ട് ഈസ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി? ദി കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് ബിറ്റ്വീൻ അപ്പർ ക്രസ്റ്റ് ആൻഡ് ലോവർ ക്രസ്റ്റ്. സോ അപ്പർ ക്രസ്റ്റിനും ലോവർ ക്രസ്റ്റിനും ഇടയിലെ ബൗണ്ടറിയാണ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. ആൻഡ് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി. മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി ഇസ് ബിറ്റ്വീൻ ലോവർ ക്രസ്റ്റ് ആൻഡ് upper mantle. Lower crust and upper mantle. And what is the repetitive discontinuity? Repetitive discontinuity is between upper mantle and lower mantle. Upper mantle and lower mantle. And what is Gutenberg-Weisschert discontinuity or Gutenberg discontinuity is between lower mantle and outer core. Lower mantle and outer core. And what is Lehman discontinuity? It is between outer core and inner core. Sequential ആയിട്ട് പഠിക്കാം, അപ്പോൾ വളരെ പെട്ടെന്ന് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. സോ കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ അപ്പർ ക്രസ്റ്റ് ആൻഡ് ലോവർ ക്രസ്റ്റ്, and Mohorovic discontinuity between lower crust and upper mantle, and repetitive discontinuity between upper mantle and lower mantle, Gutenberg discontinuity between lower mantle and outer core, and Lehman discontinuity between outer core and inner core. So we can see that 5 boundaries that you have to be found. How is this boundaries are formed? These boundaries are mainly demarcated on the basis of variations you have to be noticed about temperature, about pressure changes and density changes. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് വെച്ചിട്ടാണ് ലെയേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ആൻഡ് ദീസ് ആർ ദ പേഴ്സണാലിറ്റീസ്. ദ ഡിസ്കണ്ടിന്യൂറ്റീസ് ആർ നെയിംഡ് അക്കോർഡിംഗ് ടു ദ പേഴ്സണാലിറ്റീസ് ഹൂ ഇൻവെന്റഡ് ഓർ ഡിസ്കവേർഡ് ദീസ് ബൗണ്ടറി on the interior of the earth. And about the crust. So crust, which consists of the outer portion of the earth. So outermost layer of the earth, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ലെയറിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുക. It is the outermost layer of the earth. Outermost portion of the earth can be divided into continental crust and oceanic crust. Okay, there are two types of crust: continental crust and oceanic crust. So basically the first point is about crust is the outermost layer of the earth. Second, how crust was divided into continental crust and oceanic crust. And the continental crust, which has
a density of 2.7 grams per centimeter cube. Okay, continental crust has a density of 2.7 gram per centimeter cube, and oceanic crust which has a density of 3.0 gram per centimeter cube. So we can say that here oceanic crust is more denser than continental crust. Why is it so? Because the continental crust, which consists of rocks such as granite, gneiss and some plutonic igneous rocks which are of less denser, but the oceanic crust, which consists of basalt, is very denser. So the oceanic crust consists of the rock basalt, which is very denser. So why the density is more than the density of oceanic crust is more than continental crust. And about the thickness, so the thickness of the continental crust is about 30 to 35 kilometer, while the oceanic crust thickness ranging from 10 to 20 kilometer. So we can say that continental crust is more thicker than oceanic crust. Continental crust ആണ് കൂടുതൽ thicker എന്ന് നമുക്ക് പറയാൻ സാധിക്കും. And we are comparing also with that, continental crust has only noted that it has aged more than 200 million years ago, but the oceanic crust is about 4.3 billion years ago. Okay, so we can say that oceanic crust is more older than continental crust. Continental crust nekkaal prayam koodiyadana oceanic crust ennu parayunnathu. And also about the chemical composition or the elements which are present, we can say that the continental crust consists of silica and aluminum as predominant. So we can say continental crust is also known as Cl. And the oceanic crust, which consists of silica and magnesium, so we can say that Cma, because continental oceanic crust is mainly composed of silica and magnesium. Okay, so Cl and Cma. So continental crust is also known as Cl and oceanic crust is also known as Cma. Okay, so that's all about the crust of. And also the crust, which is only consists of 1% of the total mass, 1% of the total mass of the earth. So ഭൂമിയുടെ മുഴുവൻ മാസിൻ്റെ 1% മാത്രമാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുക, ക്രസ്റ്റിൽ കാണാൻ സാധിക്കുക. ബാക്കി വരുന്ന മാൻഡിലും കോറിലുമാണ് ബാക്കിയുള്ള എർത്തിൻ്റെ മാസ് കിടക്കുന്നത്. സോ 1%, only 1% consist of the crust. And there is another term which you have to find about crust, that's lithosphere. What is lithosphere? Lithosphere is the part of the earth which consists of crust and upper mantle. Crustum upper mantle kuda chernu varuna oru portion undu. Crustum upper mantle kuda chernu varuna earthinte portion aanu nammal lithosphere ennu vilikam. So these are about the crust. So it consists of it is the outermost point on the earth, or outermost portion of the earth, or outermost layer of the earth, which consists of only 1% of the total mass. And crust is divided into continental crust and oceanic crust, and the continental crust has a density of 2.7 gram per centimeter cube, and oceanic crust has a density of 3.0 gram per centimeter cube. We can say that oceanic crust is more denser than continental crust. Why? Because we can say that the continental crust consists of granite, gneiss and some plutonic rocks which are less thicker, which are less denser, and the oceanic crust which consists of the basalt, which is more denser. And the continental crust have thickness of 30 to 35 kilometer, but the oceanic crust have only thickness of 10 to 20 kilometer. We can say that the oceanic crust is the continental crust is more thicker than oceanic crust. And the chemical composition or the elements in the continental crust is mainly silica and aluminum, that is Cl, and oceanic crust is Cma, silica and magnesium. So continental crust is also known as Cl and oceanic crust is also known as Cma. And on the basis of the age, more than 200 million years is continental crust, but oceanic crust is 4.3 billion years. So oceanic crust is more older than continental crust. So we have comparing this. Comparing, you have to know about a question that we are encountering when we are starting this video. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നിരുന്നു. Consider the following statements. So oceanic crust is denser than continental crust. Yes, this statement is correct because oceanic crust is denser than continental crust. Oceanic crust has a density of 3.0 grams per centimeter cube, and continental crust has a density of only 2.7 gram per centimeter cube. So this statement is correct. And second statement, oceanic crust is thinner compared to continental crust. Yes, because oceanic crust is only 10 to 20 kilometer, so it is thinner
Compared to continental crust, it is 30 to 35 kilometers. So this statement is also correct, both 1 and 2. So നമ്മൾ ക്രസ്റ്റിൻ്റെ കൺസെപ്റ്റ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. സോ ഇതാണ് കൺസെപ്റ്റുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാൻഡിലിനെ കുറിച്ചും കോറിനെ കുറിച്ചും പഠിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ നോക്കാം. In next we can see next class about the mantle and core. നമുക്ക് കോറും മാൻഡിലിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. So today we are winding up. Thank you.